ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്, ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്നത് എന്താ വെച്ചാൽ തിരുവനന്തപുരത്തേക്കാണ്. ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. അപ്പോൾ പ്ലാറ്റ്ഫോം 6ലാണ് ജനശതാബ്ദി വരിക. അതായത് ഷൊർണൂരിൽ നിന്ന് 3 മണിക്കെടുക്കുന്ന ട്രെയിനാണ് ജനശതാബ്ദി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ യാത്രാ വീഡിയോകൾക്കായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യാത്രയിലേക്ക് പോകാം. നമ്മളെ കോച്ച് വരുന്നത് AC ചെയർക്കാറാണ്, അതായത് CC ആണ്. ഈ യാത്ര ഷൊർണൂരിൽ നിന്ന് 3 മണിക്ക് പുറപ്പെട്ട യാത്ര ആയതുകൊണ്ട് തന്നെ പകൽ സമയത്താണ് കൂടുതൽ സമയം ട്രെയിനിൽ. അതുകൊണ്ട് തന്നെ ചെയർക്കാർ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. പകൽ യാത്ര ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു AC ചെയർക്കാർ. 555 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. നമ്മളിരിക്കുന്ന കോച്ച് C2 ആണ്. ഏകദേശം ബാക്കിലായിട്ട് കയറി വരുമ്പോൾ ഉള്ളൊരു സീറ്റാണ്. വിൻഡോ സൈഡ് നമുക്ക് കിട്ടിയില്ല. പക്ഷേ ഈ ഒരു എല്ലാ സീറ്റും ഫുള്ളാണ്. കാരണം എല്ലാവർക്കും ഡിമാൻഡുള്ള ഒരു യാത്രയാണ് ഈ തിരുവനന്തപുരത്തേക്കുള്ള. ഒരുപാട് പേര് പോണ ഒരു ട്രെയിനാണ് ഈ ജനശതാബ്ദി. കേരളത്തിലൂടെ മാത്രമാണ് ഈ ഒരു യാത്ര നമ്മൾ പോകുന്നത്. അതായത് കോഴിക്കോട് നിന്നും തിരുവനന്തപുരം വരെ പോണ ട്രെയിനാണ് ഈ ഒരു ജനശതാബ്ദി. ട്രെയിൻ ഇപ്പോൾ ഷൊർണൂരൊക്കെ കഴിഞ്ഞ് തൃശ്ശൂരൊക്കെ എത്താറായിട്ടുണ്ട്. തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് പോണത്. നമ്മളെ കോച്ച് C2 ആണ് വരുന്നത്. C2 കുറച്ച് കാടുമായുള്ള പ്രദേശമാണ് കേട്ടോ. ഇതിൻ്റെ താഴെ കണ്ടാൽ മനസ്സിലാകും ഒരു റെയിൽവേ പാളുണ്ട്. റെയിൽ താഴത്തായിട്ട് വരുന്നുണ്ട്. മുകളിൽ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ഉച്ചയ്ക്ക് 1:45 ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ തിരൂരാണുള്ളത്. അത് കഴിഞ്ഞ് ഷൊർണൂർ 5 മിനിറ്റ് നിർത്തിയിടും. നമ്മൾ കയറിയത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. പിന്നെ തൃശ്ശൂർ, ആലുവ, എറണാകുളം, ചേർത്തല, ആലപ്പുഴ, കായംകുളം. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊല്ലം, വർക്കല, ശിവഗിരിയും കഴിഞ്ഞ് തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയ 9:30 എത്തുന്ന സമയം എന്ന് പറഞ്ഞത്. അതായത് കേരളത്തിൽ കൂടെ മാത്രമാണ് ഈ ഒരു ട്രെയിനിൻ്റെ യാത്ര. നോക്കി നിങ്ങൾ കേട്ടോ, ഒരു നെറ്റൊക്കെ കെട്ടിയിട്ട് ഒരു പാറം കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. ഒരു ട്രെയിൻ വരുന്നുണ്ട്. കൊല്ലം പോയ ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ എന്ന് വരുന്നൊരു ട്രെയിനാണ്. അതിൻ്റെ പേര് നമുക്ക് കറക്റ്റ് മനസ്സിലായില്ല. കൊല്ലത്ത് നിന്ന് ഷൊർണൂർ വഴി പോകുന്ന ഒരു ട്രെയിനാണ്. മംഗലാപുരം ആ ഭാഗത്തേക്കുള്ള ട്രെയിനെ തോന്നുന്നുണ്ട്.
തിരുവനന്തപുരത്ത് ഏകദേശം 9:30 മണിക്കാണ് നമ്മൾ എത്തുക. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് സ്റ്റോപ്പ് ഉള്ളത്, തിരുവനന്തപുരം സെൻട്രലിൽ. ട്രെയിൻ ഇപ്പോൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അതായത് തൃശ്ശൂർ എത്തുന്നതിന് മുന്നിലുള്ളൊരു സ്റ്റേഷനാണ്. പക്ഷേ ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. നമ്മൾ അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂർ മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ് ഉള്ളത്. ട്രെയിൻ അങ്ങനെ തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സീറ്റ് കണ്ടാൽ മനസ്സിലാകും, ഒരുപാട് കാലി സീറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് എറണാകുളം സ്റ്റേഷൻ വരാൻ പോകുന്നുണ്ട്. സൗത്ത് സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത്, നോർത്തിലില്ല എറണാകുളം. അപ്പോൾ ആ സ്റ്റേഷനിൽ ആണ് ഈ പറഞ്ഞ മാതിരി ഒരുപാട് തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ മെയിൻ സ്റ്റേഷനാണല്ലോ എറണാകുളത്ത്. തിരുവനന്തപുരത്ത് പോകാൻ ഒരുപാട് പേരുണ്ടാവും. ട്രെയിൻ ഇപ്പോൾ പെരിയാർ പുഴ, അതായത് ഫേമസ് ആയിട്ടുള്ള പെരിയാർ നദിയുടെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആലുവ ഭാഗത്താണ് ഈ ഒരു നദി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എറണാകുളം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, എറണാകുളം സ്റ്റേഷൻ. മുന്നേ കഴിഞ്ഞ പെരിയാർ പുഴയുടെ മുകളിലൂടെ നമ്മൾ പോയി. അതുപോലെ തന്നെ ഒരു പാലമാണ് ഇത്, പെരിയാർ നദിയാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു മനോഹര കാഴ്ചയാണ്. സമയം ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഈ കാണുന്നത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ചില ട്രെയിനുകളിൽ ഇവിടെ നിർത്താറുണ്ട്, പക്ഷേ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പില്ല. നമ്മുടെ ട്രെയിൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അതായത് ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത്. ഒരുപാട് ആളുകൾ പ്ലാറ്റ്ഫോമിൽ കാത്തു നിൽക്കുന്നത് കണ്ടാൽ മനസ്സിലാകും. വേറെ ട്രെയിനുകൾ ഒരുപാട് വരുന്നുണ്ട്, പ്രത്യേകിച്ച് വൈകുന്നേര സമയമാണല്ലോ. ഇതാണ് എറണാകുളം സൗത്ത് സ്റ്റേഷൻ, അതായത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം 1 നിർത്തിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇവിടെ ഇറങ്ങാനുണ്ട്, കാരണം എറണാകുളം സ്റ്റേഷനല്ലേ. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടുന്ന് കയറുന്നുമുണ്ട്. നമ്മുടെ ഈ കോച്ചിൽ ഇടയ്ക്കിടയ്ക്ക് ചായയും കാപ്പിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം 9:30 ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്ലാറ്റ്ഫോമിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്, കാരണം ഈ ട്രെയിനിലുള്ള ആളുകളും മറ്റു ഒരുപാട് ട്രെയിൻ വരുന്ന സമയം തോന്നുന്നുണ്ട്, കാരണം അത്രയ്ക്ക് തിരക്ക് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ അനുഭവപ്പെടുന്നുണ്ട്. ഷൊർണൂരിൽ നിന്നും തിരുവനന്തപുരം വരെയുള്ള യാത്രയാണ് ഇവിടെ അവസാനിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള യാത്രാ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട്. ഓക്കെ, ബൈ.